അസ്സലാമു ഇന്നത്തെ വീഡിയോ നമ്മുടെ ചുരിദാറിനൊക്കെ വെക്കാൻ പറ്റിയൊരു അടിപൊളി സ്ലീവ് ഡിസൈനാട്ടോ. നമുക്ക് സാധാരണ നമ്മൾ പ്ലെയിൻ ആയിട്ടൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, എല്ലാ ചുരിദാറിനൊക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഇഷ്ടക്കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നും കുറച്ചൊരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ ഇത് ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു സ്ലീവ് ഡിസൈനാണ്. നമ്മുടെ സ്ലീവിൻ്റെ അടിയിൽ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതാട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിത് സ്ലീവ് ഫ്രണ്ടും ബാക്കും എല്ലാം ഞാൻ രണ്ട് സ്ലീവിൻ്റെയും ഫ്രണ്ടും ബാക്കും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് കുഴിച്ചു കിട്ടുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പീസ് നമ്മൾ കുറച്ച് കുഴിച്ച് വെട്ടി കൊടുക്കുക. അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഞാൻ ഫ്രണ്ട് ഭാഗം ഞാൻ കുറച്ച് കുഴിച്ച് വെട്ടി കൊടുക്കുന്നതാണ്. സാധാരണ നമ്മൾ സ്ലീവെല്ലാം കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ഇതിലും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടിയിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ച് വീതിയിലുള്ള ഒരു നീളത്തിലുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. നീളം ഞാൻ എത്ര ഇഞ്ചാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് റൗണ്ട് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ തുണി എടുക്കുക കേട്ടോ. പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ തുണി വേണമല്ലോ, അപ്പോൾ കറക്റ്റ് സ്ലീവ് റൗണ്ടിനനുസരിച്ച് തന്നെ തുണി എടുക്കാതെ കുറച്ചുകൂടെ കൂട്ടി എടുക്കുക. അതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഈ 3.5 ഇഞ്ച് വരുന്ന ക്ലോത്തിനെ ഞാനിതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഓപ്പണിങ് വരുന്ന ഭാഗത്താണ് കേട്ടോ ഞാനിതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അധികം വീതിയിലില്ലാത്തൊരു പ്ലേറ്റാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നീളത്തിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ക്ലോത്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് പറ്റ ചെറുതല്ലാതെ കുറച്ചൊരു വീതിയിൽ ഞാനിതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നീളത്തിലുള്ള പീസ് എടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ സ്ലീവ് റൗണ്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് തുണി എടുക്കുക. അതേപോലെ നമുക്ക് തയ്യൽ തുമ്പും വേണമല്ലോ, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വേണം നമ്മൾ തുണി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എല്ലാ പ്ലേറ്റും ഒരേ അളവിൽ വേണം എടുക്കാൻ കേട്ടോ. ഒരു പ്ലേറ്റ് വലുതും ഒരു പ്ലേറ്റ് ചെറുതും ആയിട്ട് എടുത്താൽ അത് വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ പ്ലേറ്റും ഒരേപോലെ ഒരേ അളവിൽ തന്നെ എടുക്കുക. രണ്ട് സ്ലീവിനും 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 3.5 ഇഞ്ച് വരുന്ന 2 പീസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഒരു സ്ലീവിനുള്ളത് ഞാൻ പ്ലേറ്റ് ഇട്ട് എടുത്തിട്ട് അടുത്ത സ്ലീവിനുള്ളതും കൂടെ ഞാൻ പ്ലേറ്റ് ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത 2 പീസിലും പ്ലേറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഒരു സ്ലീവിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പോ വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പ്ലേറ്റ് ഇട്ട് തുണിയിലും നമ്മൾ ചീത്തവശം ഉള്ളിലോട്ടാക്കിയിട്ടാണല്ലോ നമ്മൾ പ്ലേറ്റ് ഇടുക. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ മെയിനായിട്ട് സ്ലീവിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മളത് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. പതിച്ചടിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പ്ലേറ്റ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ പ്ലേറ്റ് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഫിനിഷിങ്ങോടെ തന്നെ അവിടെ കിട്ടും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. 2 സ്ലീവും ഞാൻ ഇതുപോലെ പ്ലേറ്റ് ഇട്ട് വെച്ചത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സ്ലീവും നമുക്ക് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്നും ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല, ഇതെല്ലാം നമുക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. ഇനി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സാധാരണ സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു സ്ലീവ് ഡിസൈൻ നിങ്ങൾക്ക് ഫ്രോക്കിൻ്റെ സ്ലീവിനോ അല്ലെങ്കിൽ കുർത്തിക്കോ ഒക്കെ കൊടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ പ്ലെയിൻ ആയിട്ടല്ല സ്റ്റിച്ച് ചെയ്യാറ്, അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യണേ.